ഈ ഒരു ഭാഗത്താണ് ഇന്ന് റീഡിംഗ് എടുക്കുവാനുള്ളത്. ഈ വഴി സാധാരണ ഞാൻ സ്കൂട്ടറിന് വരാറുള്ളതാണ്. ഇടയ്ക്ക് ഓരോ പുതിയ പരീക്ഷണങ്ങൾ നടത്തണമല്ലോ. ഈ കാണുന്ന പറമ്പ് വഴി നടന്നാണ് ഇത്തവണ ആ വഴിയിലേക്ക് എത്തിയത്. പറമ്പ് വട്ടം ചാടുമ്പോൾ പലപ്പോഴും വഴി എളുപ്പമാകാറുണ്ട്. ആദ്യം കണ്ട വീതി കുറഞ്ഞ ഇടവഴി ആ വീട്ടിലേക്കുള്ള സംഭവം എന്തായാലും വഴി എളുപ്പമുണ്ട്. ഈ വഴി കാട് കയറി കിടക്കുകയായിരുന്നു. വാഴ വെച്ചത് എന്തായാലും നമുക്ക് ഉപകാരമായി. കാട് വഴി വരുന്നത് കണ്ട് കള്ളനാണെന്ന് കരുതി വീട്ടുകാർ ഇടിക്കാതിരുന്നാൽ മതിയായിരുന്നു. ആ വഴി വന്നതിൽ ലാഭിച്ച സമയം ഇത് പറിച്ചു കളയാൻ വേണ്ടി വരുമെന്ന് തോന്നുന്നു. കുറച്ചു ഭാഗം നടന്നും കുറച്ചു ഭാഗം സ്കൂട്ടറിനും പോയാണ് റീഡിംഗ് എടുക്കുക. ഈ കാണുന്ന വഴിയിലൊരു വീടുണ്ട്. നേരെ കാണുന്ന പോസ്റ്റിന് താഴെ ഒരു വീടാണ്. എന്തായാലും പോസ്റ്റിൽ ഇരുന്നില്ല, നേരെ മുന്നോട്ട്. ഇപ്പൊ ഒരു ഓട്ടോറിക്ഷ കിടക്കുന്നത് കണ്ടില്ലേ? ഇനി കാണുന്ന ചെറിയ വഴിയിലൂടെ ഇറക്കിക്കൊണ്ട് വന്നതാണ് ആ ഓട്ടോറിക്ഷ. ഇത്രയും ചെറിയ വഴിയിലൂടെ ഓട്ടോറിക്ഷ കൊണ്ടുവരുന്ന ചേട്ടന്മാരുള്ളപ്പോൾ നമ്മളൊരു ചെറിയ പോസ്റ്റ് കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും ഇന്ന് റീഡിംഗ് എടുക്കുവാനുള്ള ഏരിയകളിൽ അധികവും ഇത്തരത്തിലുള്ള വഴികളാണ്. ഈ വഴിയിൽ സ്കൂട്ടർ ഇറക്കുന്നത് ആദ്യമായാണ്. നല്ല വെയിലായതുകൊണ്ട് മാത്രം സ്കൂട്ടർ ഇറക്കിയതാണ്. തിരികെ പോകുമ്പോൾ കയറ്റം കയറുന്ന അധ്വാനം ലാഭം. അടുത്ത തവണ ഈ ഭാഗത്തേക്ക് രാവിലെ വരികയും ആദ്യം കണ്ട കാടുള്ള ഭാഗത്തേക്ക് ഉച്ചയാകുമ്പോൾ എത്തുകയും ചെയ്യണം. അവിടെ തണലുണ്ടല്ലോ. രാവിലെ 7 മണിക്ക് റീഡിംഗ് എടുക്കാൻ ഇറങ്ങിയതാണ്. ഇപ്പോഴേതായാലും നട്ടുച്ചയായി. ജോലിക്കിടെ ഭക്ഷണം കഴിക്കുവാനോ വെള്ളം കുടിക്കുവാനോ പോലും റെസ്റ്റ് എടുക്കാത്തതിന് പിന്നിലെ കാരണവും ഇത് തന്നെയാണ്. വെയിൽ കുറവുള്ള സമയം അത്യാവശ്യം പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു ഭാഗത്തെ റീഡിങ് രാവിലെ 7 മണിക്ക് ഇറങ്ങി വൈകുന്നേരം 3 മണി ആയപ്പോഴാണ് തീർത്തത്. എന്തായാലും വൈറ്റമിൻ ഡിയുടെ ഒരു കുറവുണ്ടാകില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ഫോളോ ചെയ്താൽ ഇത്തരത്തിലുള്ള കണ്ടന്റുകളായിരിക്കും ലഭിക്കുക.